Hi guys, welcome back to my channel. നമ്മൾ ചക്കയുടെ കുറേ വെറൈറ്റി റെസിപ്പീസ് ഈ ടൈമിൽ കാണുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കമടൽ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ചക്കമടൽ ഫ്രൈ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ചക്കമടൽ എടുത്തിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ പുറത്തത്തെ ആ മുള്ളും പിന്നെ ചവണിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവർ കുക്ക്ഡ് ആവാനും പാടില്ല, എന്നാൽ അത്യാവശ്യം വേവുകയും ചെയ്യണം. അപ്പോൾ നമുക്കിത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് മസാല നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനെഗറും ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കമടലിൻ്റെ കഷ്ണങ്ങളിലെല്ലാം ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി 1 മണിക്കൂറോളം ഇത് നമുക്ക് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മളിത് ഫ്രൈ ചെയ്യാൻ എടുക്കാവുള്ളൂ. കാരണം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ആ വിനെഗറിൻ്റെ പുളിയും പിന്നെ എരിവും എല്ലാം കൂടെ ചേർന്ന് പിടിച്ച് വരണമെങ്കിൽ അത്ര സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു. മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തു, എണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് എല്ലാ കഷ്ണങ്ങളും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ ചക്കമടൽ ഫ്രൈ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. നമ്മൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷം ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്താണ് മീനിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ചേർത്ത മസാലേൻ്റെയൊക്കെ ആവാം, പക്ഷേ എങ്കിലും നല്ല സോഫ്റ്റായിട്ട് ആ മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരണുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്